പല യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിവുകളും തേടിയുള്ള ഒരു യാത്ര. ഒരു ജീവിതമാറ്റം തേടിയുള്ള യാത്രയാണിത്. ചിലതൊക്കെ മറക്കാനും മറ്റു ചിലതൊക്കെ ഓർക്കാനും. അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എൻ്റേതാണെന്ന് വിചാരിച്ചിരുന്ന പലതും ഒരു നിമിഷം കൊണ്ട് എൻ്റേതല്ലാതായി മാറുന്ന ആ ഒരു അവസ്ഥ അതെനിക്കുണ്ട്. ചിലപ്പോഴൊക്കെ തോന്നും sometimes all you need is an escape from reality എന്ന്. അങ്ങനെ തകർന്നിരിക്കുന്ന സമയങ്ങളില്ല എനിക്ക് ആ വാക്ക് കേൾക്കാൻ തോന്നാറ്. എടാ, എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ വിട്ട് പോകത്തൊന്നുമില്ല. ഈ എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയാലും എന്റെ തീരുമാനം നീ തന്നെ ആയിരിക്കും. അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോണില്ല. എനിക്ക് നീ മതി അക്ഷയ്. ഹലോ, മോൻ എവിടെയാ? പെട്ടെന്ന് വരാൻ നോക്ക്. വരാം. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് നിന്നെ കാത്തിരിക്കുക. അങ്ങനെ എല്ലാം ഒന്നും എന്നെ വിട്ട് പോയിട്ടില്ല. ആരൊക്കെ പോയാലും എന്നെ വിട്ട് പോയില്ല എന്ന് ഉറപ്പുള്ള ഒരാളുണ്ട്, എൻ്റെ അമ്മ. ഒന്നോടെ ഉണ്ട്. എടാ, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ്. എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ പാരന്റ്സിനെ നോക്കണം. എനിക്ക് ഇനി അവരെ പറ്റിക്കാനായിട്ട് വയ്യ. 18 വർഷം എന്നെ നോക്കി അവരാണ്, അല്ലെങ്കിൽ 4 വർഷം മുമ്പ് വന്ന നീയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവര് തന്നെയാ ഇമ്പോർട്ടന്റ്. എനിക്കിനി വയ്യ. സോ ബൈ. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓർത്തോർത്ത് ഞാൻ ചിരിക്കും. 18 വർഷം എന്നെ നോക്കി അവരാണ്, അല്ലെങ്കിൽ 4 വർഷം മുമ്പ് വന്ന നീയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവര് തന്നെയാ ഇമ്പോർട്ടന്റ്. എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ വിട്ട് പോകത്തൊന്നുമില്ല. കുറെ കേട്ടിട്ടുണ്ട്. അവള് മറന്നോലൊന്നും എന്തായാലും എനിക്കവൾ മറന്നറിയാൻ പറ്റില്ല. പക്ഷെ മായ്ച്ചവണം ജീവിതത്തിൽ നിന്നും ഫോണിൽ നിന്നും. ഇനിയും ദൂരങ്ങൾ ബാക്കി. ഇത് യാത്രയ്ക്കുള്ള കാരണം മാത്രമായിരുന്നു. യാത്രകൾ ഇനിയും തുടരും. സ്റ്റേ പോസിറ്റീവ്. ഫീൽ ഫ്രീ ടു റൈഡ്.